ശ്രീ പ്രശാന്ത് മലവേൽ, ഇപ്പോൾ ടോള് പിരിക്കുന്നതിനെതിരെ സമരം ചെയ്യാൻ ബി ജെ പിക്ക് പറ്റുമോ? ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ടോൾ വാങ്ങുന്നുണ്ട്, ദേശീയപാതയ്ക്ക് ടോൾ വാങ്ങുന്നുണ്ട്. ബാക്കി എല്ലായിടത്തും ടോൾ ആവാം, ഇവിടെ മാത്രം ടോളില്ല എന്ന് പറഞ്ഞ് യുവമോർച്ചയ്ക്ക് നാളെ സമരം ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഞാനത് സൂചിപ്പിച്ചല്ലോ, ഞാൻ അതിൻ്റെ ആദ്യ ഭാഗത്തിൽ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. കാരണം ഇവിടെ ടോള് വാങ്ങിക്കുന്നത് ഓൾറെഡി കിഫ്ബി എന്ന് പറയുന്നത്, ഈ കിഫ്ബി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ അത് പറഞ്ഞ് പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾ ഇടപെട്ടതുകൊണ്ടാണ്. കിഫ്ബി എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളിൽ മനസ്സിലാകുന്ന തരത്തിലേക്ക് നിങ്ങളൊന്ന് മാറ്റിക്കൊടുക്കൂ. കിഫ്ബി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെയാണ് നിയന്ത്രിക്കുന്നത്, മുഖ്യമന്ത്രി തന്നെയാണ് അതിൻ്റെ അധ്യക്ഷൻ, അതിൻ്റെ വൈസ് ചെയർമാൻ ധനകാര്യമന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ സർക്കാർ ഒരു ഭാഗത്തുനിന്ന് കുറേ കടം മേടിക്കുന്നു, അതിന് പുറമെ ഈ ഒരു സംവിധാനം ഉണ്ടാക്കി അതും കുറേ കടം മേടിക്കുന്നു. ഇതിൻ്റെ എല്ലാം ബാധ്യത സംസ്ഥാനത്തെ ജനങ്ങൾ ഏൽക്കണമെന്ന് പറയുമ്പോൾ അവിടെയാണ് പ്രശ്നം. ഇനി ജനങ്ങൾ ഏൽക്കണമെന്ന് പറയുന്നിടത്തല്ല പ്രശ്നം. കേരളത്തിലെ മുഴുവൻ ടോളുകൾക്ക് മുൻപിലും സമരം നടത്തിയിട്ടുള്ള ഇടതുപക്ഷക്കാരൻ, കഴിഞ്ഞ മാസം വരെ സമരം നടത്തിയിട്ടുള്ള ഇടതുപക്ഷക്കാരൻ ഈ മാസം മുതൽ പറയുകയാണ്, ഞങ്ങൾ ഈ സംവിധാനം ഇതാ കുറച്ച് കൂടാരങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ പാതയിലും വരാൻ വേണ്ടി പോകുന്നു, നിങ്ങളുടെ കയ്യിലുള്ളത് കൂടി പിടിച്ചു വാങ്ങാൻ പോകുന്നു. എന്തിനു വേണ്ടി? കേരളത്തിൻ്റെ ധനസ്ഥിതി മോശമാണ്, കേരളത്തിൻ്റെ മിസ്മാനേജ്മെൻറ്റ്, ധനകാര്യ സംവിധാനത്തിൽ മിസ്മാനേജ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇവിടെ റേഷൻ കടക്കാർ സമരത്തിലാണ്, പെൻഷൻകാർ സമരത്തിലാണ്, തുടങ്ങി സകല സംവിധാനം, KSRTC-ക്കാർ സമരത്തിലാണ്. അങ്ങനെ എല്ലാ ആളുകളും, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുഴുവൻ ഓരോ വിഭാഗത്തിൽ സമരത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അധിക ബാധ്യത കൂടി സാധാരണ ജനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നത്. ഓൾറെഡി ഇവർ പിരിക്കുന്നുണ്ട്. ഇവിടെ ടാക്സ് കൊണ്ടുവന്ന് കിഫ്ബിയാണ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ അധിക സെസ് ഏർപ്പെടുത്തിയത് ഈ കിഫ്ബിയാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ അതും ഈ കിഫ്ബി മാനേജ്മെന്റ് ചെയ്യുന്ന പിണറായി വിജയനാണ് കൊണ്ടുപോകുന്നത്. ഈ തരത്തിൽ കൊണ്ടുപോകുന്നതല്ലാതെ ഇങ്ങോട്ട് തിരിച്ചൊന്നും കിട്ടുന്നില്ല. ഈ പാവപ്പെട്ട ജനത്തിൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്നു എന്നതൊഴിച്ചാൽ വേറെയൊന്നും ഈ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഈ തിരുവല്ലത്ത് എന്തിനാണ് സമരം ചെയ്തിട്ടുള്ളത്? തൃശ്ശൂർ എന്തിനാണ് സമരം ചെയ്തിട്ടുള്ളത്? കൊല്ലം ബൈപ്പാസിൽ എന്തിനാണ് സമരം ചെയ്തിട്ടുള്ളത് DYFI? അപ്പോൾ എല്ലാത്തിൽ നിന്നും നയം മാറിക്കൊണ്ടിരിക്കുന്നു. കമ്പ്യൂട്ടറിനെതിരെ കമ്പ്യൂട്ടർ ബഗനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരുടെ നിലപാട് എന്താണ് ഇന്ന്? അദാനി വലിയ സംഭവമാണ്. BJPക്കെതിരെ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അദാനിയല്ലേ, ഇപ്പോൾ വിഴിഞ്ഞത്ത് അദാനിയെ കൂട്ടിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യത്തിലും, ബ്രൂവറിയുടെ കാര്യത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, ബ്രൂവറിയുടെ കാര്യത്തിൽ പോലും എല്ലാ കാര്യത്തിലും നയം മാറ്റിക്കൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യത്തിലും നയം മാറ്റുന്നു അത് തുറന്നു പറഞ്ഞാൽ മതി ജനങ്ങളോട്. ആക്ഷേപം. അപ്പോൾ നയം എന്ന് പറയുന്നത് ഇരുമ്പുലക്ക അല്ലെങ്കിൽ വേണമെങ്കിൽ മാറ്റാവുന്നതുമാണ്.